സാക്കുറ. അരുത്. ഈ ഒരു അവസ്ഥയിൽ അവനെ സമനിങ് ചെയ്യാൻ പറ്റുന്നത് അത്ഭുതം തന്നെയാണ്. എന്താണിത്? ഏത് ചെകുത്താനാണ് നീ? നിങ്ങൾക്കിത് വളരെയധികം ഇഷ്ടമായിരുന്നല്ലോ. എന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് ഞാനാണ്, ഒറോച്ചിമാരു. അതൊരിക്കലുമല്ല. ആ വിലക്കപ്പെട്ട ജുത്സുവും നീ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വില്ലേജിൽ നിന്ന് ഞാൻ പോയതിനു ശേഷമുള്ള 10 വർഷത്തെ കഠിനാധ്വാനമാണിത്. നീ ഇപ്പോൾ ഒരു മനുഷ്യനെ അല്ല, നീ ഒരു ചെകുത്താനാണ്. ഗഞ്ചുട്സു എപ്പോഴാ ഇത്? യാക്കുഗാൻ, നമ്മൾ തിരിച്ചു പോകുന്നു. എന്ത്? പക്ഷെ ക്യാപ്റ്റൻ, നമ്മളിപ്പോ വലിയ അപകടത്തിലാണ്. അത് ടെലിപോർട്ടർ ഷിസൂയിയാണ്. അവനുമായിട്ട് നമുക്ക് ശരിയാവില്ല. ആരായി ഷിസുഹി ഉച്ചിഹ? ഉച്ചിഹ ഒരു പവർഫുൾ ഗെൻജുട്സു യൂസറാണ്. ഷിസൂയിന്റെ വിഷ്വൽ പവർ വളരെ വ്യത്യസ്തമാണ്. അതിന്റെ പവർഫുള്ളായ ഗെൻജുട്സു ഉപയോഗിച്ച് ഒരാൾ അറിയാതെ തന്നെ നമുക്ക് അയാളെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോ അത് അവന്റെ കണ്ണായിരുന്നു അല്ലേ? അതെ, ഒരേ ഒരു ഗെൻജുട്സുനെ കൊണ്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. സിഷൂയി ഉച്ചിഗ മാങ്കിക്യോ ഷറിംഗൻ. യുദ്ധത്തിൽ സാസുകെ വിജയിച്ചു. ഇറ്റാച്ചി ഉച്ചിഹ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എന്തേ? ഞാനിത് വിശ്വസിക്കില്ല. ചുമ്മാ പറഞ്ഞതല്ലേ. ഇത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ഞാനിന്ന് എന്റെ പുതിയ അൻപു അസൈൻമെന്റ് തുടങ്ങുകയാണ്. എന്റെ പേര് ഇറ്റാച്ചി ഉച്ചിഹ. എല്ലാവരും കണ്ടതിൽ സന്തോഷം. അപ്പൊ നീയായിരുന്നു അല്ലേ അത്? ആ ഭാഗത്തിലുള്ള ലോക്കർ നിനക്ക് എടുക്കാം. ശരി, ഇവനാണ് അത്? അതെ, ഇവന് 11 വയസ്സേ ഉള്ളെന്ന്. അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ അൻപു ഇവനാ. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ ഉദ്ദേശം പറയേ? അവനിൽ നമ്മളിൽ ഒരാളാവാനുള്ള കഴിവുണ്ടോ എന്ന് നമുക്ക് അറിയണം. കാരണം അവൻ വളരെ ചെറുപ്പമാണല്ലോ. മുതിർന്നവരുടെ തീരുമാനത്തിൽ നിനക്ക് വല്ല വിരോധമുണ്ടോ? ഇല്ല സാർ, അങ്ങനെയൊന്നും ഇല്ല. ഇവനൊരു സാധാരണ ഷിനോബി അല്ലെന്ന് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലേ? അതെന്താ ആരും നിങ്ങളോട് പറയാത്തതാണ്? നീ ആരാണ്? എങ്ങനെയാണ് നീ എന്നെ ഇവിടേക്ക് എത്തിച്ചത്? എന്റെ ഹാൻസോ, നീ എന്റെ മുഖം മറന്നുപോയോ? നീയോ? നീ അക്കാത്സുക്കിയിലെ യാഹിക്കോ അല്ലേ? പക്ഷെ നീ ഒരിക്കൽ മരിച്ചതാണല്ലോ. എന്തൊക്കെയാ നടക്കുന്നത്? നീ ഡാൻസോയുമായി കൂട്ടുചേർന്ന് ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയില്ലേ? ഇനിയിപ്പോ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു മാത്രം ചിന്തിച്ചാ മതി. കേട്ടടാ നായേ. ഇമെയിൽ മെഡിക്കൽ നിഞ്ച ഇവിടെയുണ്ടോ? കൊള്ളാം. അവന്റെ രക്തമായിരിക്കും നിന്റെ സിരകളിലൂടെ ഒഴുകുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്കെന്താ? അങ്ങനെയാണെങ്കിൽ നിന്നെയായിരിക്കും ഞാൻ ആദ്യം വീഴ്ത്തുന്നത്. ഹാഷിറാമയുടെ അനുയായിയാണ്. എനിക്ക് വുഡ് സ്റ്റൈലും യൂസ് ചെയ്യാൻ പറ്റില്ല, ശരിയാണ്. പക്ഷെ എന്റെ മെഡിക്കൽ നിൻജുട്സു അത് ഫസ്റ്റ് ഹൊക്കാഗിയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മെച്ചപ്പെട്ടത് തന്നെയാണ്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ എന്തായാലും ഒരു ദുർബലയായ സ്ത്രീയല്ല. നീ ഇവിടെ മരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാഗകളുടെയും വിധി അത് തന്നെയായിരിക്കും. ആ വസ്ത്രം ധരിച്ചിട്ട് നീ എന്നെ എതിർക്കാൻ വേണ്ടി വരികയാണല്ലേ? കാട്സുക്കിയെ ഉണ്ടാക്കിയത് യാഹിക്കോയാണ്, അല്ലാതെ നീയല്ല. ഈ വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങളുടേതല്ല. പിന്നെ റിനേഗാൻ ഹിഡൻ റെയിനിലെ ഷിനോബിയായ നഗാട്ടോയ്ക്ക് പുനർജനിച്ചതാണ്. ഞാൻ വീണ്ടും നിന്നെ ഓർമ്മിപ്പിക്കുന്നു, അതൊരിക്കലും നിന്റേതല്ല. നിനക്ക് 2 കാര്യങ്ങളിൽ തെറ്റുപറ്റി. നിന്റെ അന്ത്യം അടുത്തത് കൊണ്ട് ഞാനത് നിന്നോട് പറയാം. അക്കാട്സുക്കി രൂപീകരിക്കാൻ യാഹിക്കോയെ പ്രേരിപ്പിച്ചത് ഞാനാണ്. അതുകൂടാതെ ആ റിനേഗാൻ നഗാട്ടോക്ക് നൽകിയത് ഞാനാണ്.
くのにお前がこっちに来ないのシャリンガンが高すぎてなお。千の術をコピーしたコピー忍者のかかし。Well, it looks like the loser squad gets a loser sensei too.